ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിഷ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് തവണ സംഭവിച്ചിട്ടുള്ളൊരു കാര്യമുണ്ട്. നമുക്ക് വളരെ പ്രധാനപ്പെട്ട എന്തെങ്കിലും ഒരു സാധനം എവിടെയെങ്കിലും വെച്ച് മറന്നുപോകും. ഒരുപാട് നേരം എടുത്ത് നമ്മൾ തല പുകഞ്ഞ് ആലോചിക്കും, ഞാനിത് എവിടെ വെച്ചു, എവിടെ പോയി എന്ന് ആലോചിച്ചിട്ടും ഒരെത്തും പിടിയും കിട്ടില്ല. അവസാനം നമ്മൾ തോറ്റു പിന്മാറും. പോട്ടെ, സാരമില്ല, ഇനി എനിക്കൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ് നമ്മൾ നിസ്സായരായിരിക്കും, അല്ലേ? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, ശരിക്കും നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ലേ? നഷ്ടപ്പെട്ട ആ സാധനം തിരികെ കിട്ടാൻ വല്ല വഴിയുണ്ടോ? ഇന്ന് നമ്മൾ അതാണ് സംസാരിക്കാൻ പോകുന്നത്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഒരു അടിപൊളി സ്റ്റോറി ഷെയർ ചെയ്യാൻ പോവുകയാണ്. യഥാർത്ഥത്തിൽ ഒരു സ്ത്രീക്ക് അവരുടെ വിലയേറിയ സാധനങ്ങൾ മോഷണം പോയതാണ്. പക്ഷേ ഒരു പ്രത്യേക ടെക്നിക്ക് ഉപയോഗിച്ച് അവർക്കത് തിരിച്ചു കിട്ടി. എന്താണെന്നല്ലേ ആ ടെക്നിക്ക്? അത് വേറെ ഒന്നുമല്ല, അവരുടെ ഇമാജിനേഷൻ. അതെ, അവരുടെ ഭാവനയുടെ ശക്തി. സത്യം പറഞ്ഞാൽ ഇത് വെറും ഒരു കഥയല്ല, നിങ്ങളുടെ ജീവിതത്തിൽ പോലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു പവർഫുൾ കൺസെപ്റ്റാണ്. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കിടക്കാം. ഇത് നെവിൽ ഗോഡാർഡിന്റെ ദ ലോ ആൻഡ് ദി പ്രോമിസ് എന്ന പുസ്തകത്തിലുള്ള ഒരു സംഭവമാണ് കേട്ടോ. ഒരമ്മ തൻ്റെ കുട്ടികളോടൊപ്പം കുറച്ച് മാസത്തേക്ക് യൂറോപ്പിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ അവരുടെ ആ വലിയ, അതായത് നിറയെ സാധനങ്ങളുള്ള അപ്പാർട്ട്മെന്റിന്റെ കെയർ മുഴുവൻ അവർ അവിടെ ഉണ്ടായിരുന്ന വേലക്കാരിയെ ഏൽപ്പിച്ചു. കുറച്ച് മാസങ്ങൾക്ക് ശേഷം അവർ തിരിച്ച് അമേരിക്കയിലേക്ക് വന്നപ്പോൾ അപ്പാർട്ട്മെന്റിന്റെ വാതിൽ തുറന്നപ്പോൾ സത്യം പറഞ്ഞാൽ അവർ ഷോക്കായിപ്പോയി. ആ വീട്ടിലുണ്ടായിരുന്ന ഒരു ഫർണിച്ചർ പോലും അവിടെ ഇല്ല. വിലയേറിയ സാധനങ്ങളും ആ വേലക്കാരിയും അപ്രത്യക്ഷമായിരുന്നു. എന്ത് സംഭവിച്ചു എന്നറിയാൻ അവർ അപ്പാർട്ട്മെന്റിന്റെ സൂപ്രണ്ടിനോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ആ സ്ത്രീയുടെ അനുവാദത്തോടെയാണ് സാധനങ്ങളെല്ലാം മാറ്റിയെന്നാണ്. എന്നാൽ അത് ശുദ്ധ നുണയായിരുന്നു. ആ വീട്ടുവേലക്കാരി ആ സ്ത്രീയെ പറ്റിക്കുകയായിരുന്നു. ആദ്യം എന്ത് ചെയ്യണമെന്നറിയാതെ ആ സ്ത്രീ വിഷമിച്ചു. പിന്നീട് മക്കളുമായിട്ട് അടുത്തുള്ളൊരു ഹോട്ടലിലേക്ക് മാറി. ഈ സംഭവം പോലീസിനെ അറിയിച്ചു. കൂടാതെ തന്നെ അവർ സ്വന്തം നിലയ്ക്കും അന്വേഷണം നടത്തി. പോലീസ് ന്യൂയോർക്കിലെ എല്ലാ സാധനം നീക്കം ചെയ്യുന്ന കമ്പനികളും സാധനങ്ങൾ സൂക്ഷിക്കുന്ന ഗോഡൌണുകളും അരിച്ചുപെറുക്കി. പക്ഷെ ഒരു തുമ്പും കിട്ടിയില്ല. അവരുടെ ഫർണിച്ചറുകളെ കുറിച്ചോ വീട്ടുവേലക്കാരിയെക്കുറിച്ചോ ഒരു വിവരമില്ല. എത്ര ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഒരു ഫലവും ഉണ്ടായിരുന്നില്ല. പുറമേ നിന്നുള്ള എല്ലാ സഹായവും തേടിയിട്ടും ഒന്നും സംഭവിക്കുന്നില്ലെന്ന് മനസ്സിലായപ്പോഴാണ് നെവിൽ ഗോഡാർഡിന്റെ വാക്കുകൾ അവർക്ക് ഓർമ്മ വന്നത്. പുറത്തു നിന്ന് ഒരു സഹായവും കിട്ടാനില്ലാത്തത് കൊണ്ട് അവർക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു ഓപ്ഷൻ ഉള്ളിലേക്ക് നോക്കുക എന്നത് മാത്രമായിരുന്നു. തൻ്റെ ഉള്ളിലുള്ള ഇന്നർ പവർ ഉപയോഗിക്കാൻ അവർ തീരുമാനിച്ചു. അങ്ങനെ അവർ എന്താണ് ചെയ്തതെന്നറിയണ്ടേ? നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. അന്ന് രാത്രി ഹോട്ടൽ റൂമിലിരുന്ന് അവർ കണ്ണുകൾ അടച്ച് റിലാക്സ് ചെയ്തു. എന്നിട്ട് അവരുടെ അപ്പാർട്ട്മെന്റിൽ ഇരിക്കുന്നതായിട്ട് സങ്കല്പിച്ചു. അവരുടെ പ്രിയപ്പെട്ട കസേരയിൽ ഇരിക്കുന്നു. ചുറ്റും അവരുടെ എല്ലാ ഫർണിച്ചറും ഉണ്ടായിരുന്നു. മുറിയുടെ അപ്പുറത്ത് കുട്ടികളുടെ ചിത്രങ്ങൾ വെച്ചിരിക്കുന്ന ആ പിയാനോയിലേക്ക് നോക്കി അങ്ങനെ ആ പിയാനോയിൽ തന്നെ അവർ ഫോക്കസ് ചെയ്തു. കുറച്ചു നേരം അങ്ങനെ ഫോക്കസ് ചെയ്ത് നോക്കിയപ്പോൾ ആ റൂം മുഴുവൻ അവർക്ക് ഒരു യഥാർത്ഥ മുറിയെ പോലെ തോന്നി തുടങ്ങി. അതായത് അവരുടെ സ്വന്തം അപ്പാർട്ട്മെന്റിലാണെന്ന് അവർക്ക് തോന്നി തുടങ്ങി. മക്കളുടെ ചിരിക്കുന്ന മുഖം അവർക്ക് ഭാവനയിൽ കാണാൻ കഴിഞ്ഞു. മാത്രമല്ല, അവർ ഇരുന്ന കസേരയിലെ തുണിയുടെ മൃദുത്വം പോലും അവർക്ക് അനുഭവപ്പെട്ടു. അങ്ങനെ എത്ര നേരം ഇരുന്നു എന്ന് അവർക്ക് തന്നെ അറിയില്ല. പിറ്റേ ദിവസം നടന്നത് നിങ്ങൾ വിശ്വസിക്കില്ല. രാവിലെ അവർ ബാങ്കിലേക്ക് പോയി. അവർ ബാങ്കിൽ നിന്ന് പുറത്തിറങ്ങി ഹോട്ടലിലേക്ക് പോകേണ്ടതിന് പകരം കാലിയായി കിടക്കുന്ന തൻ്റെ അപ്പാർട്ട്മെന്റിന്റെ വഴിയിലേക്ക് നടന്നു. ഒരുപക്ഷെ അവരത് അവരുടെ ശീലമായിരിക്കാം. കുറച്ചു നേരം ചെന്നപ്പോഴാണ് തനിക്ക് വഴി തെറ്റിയെന്ന് അവർക്ക് മനസ്സിലായത്. തിരിച്ചു നടക്കാൻ തുനിഞ്ഞപ്പോൾ വഴിയിൽ ഒരു സ്ത്രീ നിൽക്കുന്നുണ്ടായിരുന്നു. ആ സ്ത്രീയുടെ കാലുകൾ അവർക്ക് പരിചിതമായിട്ട് തോന്നി. അവർക്ക് നന്നായി അറിയാവുന്ന കാലുകളായിരുന്നു അത്. അപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി അത് അവരുടെ വേലക്കാരിയുടെ കാലുകളാണെന്ന്. അവർ വേഗം ആ സ്ത്രീയുടെ അടുത്തേക്ക് ചെന്ന് അവരുടെ കയ്യിൽ പിടിച്ചു. ഇത് കണ്ട ആ വേലക്കാരി പേടിച്ചു പോയിരുന്നു. പക്ഷേ ഈ സ്ത്രീ പറഞ്ഞു, എനിക്ക് എൻ്റെ ഫർണിച്ചർ മാത്രം തിരിച്ചു കിട്ടിയാൽ മതിയെന്ന്. അങ്ങനെ ആ സ്ത്രീ വേലക്കാരിയെ വിളിച്ച് ഒരു ടാക്സിയിൽ കയറ്റി. വേലക്കാരി അവരെ അവരുടെ കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും അവിടെ വെച്ചിരുന്ന സാധനങ്ങളെല്ലാം തിരിച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഒരു ദിവസം കൊണ്ട് ആ സ്ത്രീക്ക് അവരുടെ സാധനങ്ങളെല്ലാം തിരിച്ചു കിട്ടി. കണ്ടില്ലേ, വെറും ഒരു ദിവസം കൊണ്ട് അവരുടെ ഇമാജിനേഷന്റെ പവർ ഉപയോഗിച്ച് അവർക്ക് തിരികെ കിട്ടിയത് ആഴ്ചകളോളം പോലീസ് അന്വേഷിച്ചിട്ടും കണ്ടുപിടിക്കാൻ പറ്റാതിരുന്ന സാധനങ്ങളായിരുന്നു. ഇതൊരു കോയിൻസിഡൻസ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ല,
ഇത് ഇമാജിനേഷൻ്റെ പവറാണ്. ഇത് സ്പിരിച്വൽ അവേക്കനിങ്ങിൻ്റെ ഒരു ഭാഗമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്, നമ്മുടെ ഭാവനയ്ക്ക് അത്രയധികം വൈബ്രേഷനും പവറും ഉണ്ട്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങളും ഈ ചോദ്യം സ്വയം ചോദിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ എന്തെങ്കിലും സാധനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ? നിങ്ങളുടെ താക്കോൽ അല്ലെങ്കിൽ വാലറ്റ്, ജ്വല്ലറി, ലാപ്ടോപ്പ്, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കൂ. ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് വിചിത്രമായിട്ട് തോന്നിയേക്കാം, പക്ഷേ ട്രൈ ചെയ്തുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് നഷ്ടമൊന്നുമില്ലല്ലോ. ആദ്യം നിങ്ങൾ കണ്ണുകൾ അടച്ച് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ആ സാധനം നിങ്ങളുടെ കയ്യിലുള്ളതായിട്ട് സങ്കല്പിച്ചിരിക്കുക. നിങ്ങളുടെ എല്ലാ ഇന്ദ്രിയങ്ങളും ഉപയോഗിച്ച് ഭാവനയിൽ ആ വസ്തുവിനെ കാണുക. അത് നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് പോലെ കാണുക. തൊട്ടു നോക്കുക, മണത്ത് നോക്കുക, അതിൻ്റെ ശബ്ദം കേൾക്കുക. അങ്ങനെ എല്ലാ രീതിയിലും അത് യഥാർത്ഥമാണെന്ന് നിങ്ങൾക്ക് തോന്നണം. അതെന്തുകൊണ്ടാണെന്നറിയാവോ? നിങ്ങൾ നിങ്ങളുടെ ചിന്താഗതി മാറ്റുമ്പോൾ നിങ്ങളുടെ യാഥാർത്ഥ്യവും മാറും. അത്രേ ഉള്ളൂ. നമ്മൾ വിചാരിക്കുന്നത് പോലെ, ഭാവനയെ പോലെ ശക്തമായ മറ്റൊരു ശക്തിയുമില്ല. അതായത് നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള ഇമേജ് മാറ്റുമ്പോൾ നമ്മുടെ പുറത്തുള്ള ഫാക്റ്റ് മാറും. വളരെ സിമ്പിളായിട്ടുള്ളൊരു കൺസെപ്റ്റാണിത്. നെവിൽ ഗോഡാർഡ് പറയുന്നത്, നമ്മൾ ഭാവന ഉപയോഗിച്ച് അത് കിട്ടിയതായിട്ട് സങ്കല്പിക്കുമ്പോൾ നമ്മൾ ആ നഷ്ടബോധത്തിൽ നിന്നും പുറത്തു വരികയാണ് ചെയ്യുന്നത്. ബുദ്ധി കൊണ്ട് കണ്ടെത്താൻ കഴിയാത്ത കാര്യങ്ങൾ ഇമാജിനേഷന് ഒരു എഫേർട്ടും ഇല്ലാതെ കണ്ടെത്താൻ കഴിയും. അപ്പോൾ നിങ്ങൾക്കത് കിട്ടിയതായിട്ട് വിശ്വസിക്കുമ്പോൾ അത് സംഭവിക്കുക തന്നെ ചെയ്യും. കാരണം നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ലഭിക്കും. ഇതൊരു തരം കർമ്മ പോലെയാണ്. നിങ്ങളുടെ പോസിറ്റീവ് ഇമാജിനേഷൻ പോസിറ്റീവ് ഔട്ട്കം കൊണ്ടുവരും. അപ്പോൾ കൂട്ടുകാരെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്